പെന്തക്കോസ്ത് തിരുനാളിന് വേണ്ടിയുള്ള നമ്മുടെ പ്രിപ്പറേഷൻ നമ്മൾ തുടരുന്നു. നമ്മൾ ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വിഗ്രഹാരാധനയിലൂടെ നമുക്ക് എന്ത് ലഭിച്ചാലും ഒരു നേട്ടമായിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല. അതിന് ബൈബിൾ കൊടുത്തിരിക്കുന്ന ഒരു പദമുണ്ട്, വേശ്യാവേദനം. വേശ്യാവേദനമായിട്ടാണ് വിഗ്രഹാരാധന. നമ്മുടെ ഈ വിശ്വാസം ത്യജിച്ച് ഒന്നാം കൽപ്പന ലംഘിച്ചുകൊണ്ട് എന്തെങ്കിലും കാര്യം ചെയ്ത് എന്തെല്ലാം നേട്ടം ഉണ്ടാക്കിയാലും കർത്താവ് അതിന് കൊടുത്തിരിക്കുന്ന ഒരു പദമാണ് വേശ്യാവേദനം. ഞാൻ കേട്ടതാണ്, ഒരാൾ പരീക്ഷയിൽ ജയിക്കാൻ, ഒരു പൂജ ജയിക്കാൻ മുടക്കിയത് 50,000 രൂപ. ആ പൂജയ്ക്ക്, പരീക്ഷാ വിജയത്തിന് വേണ്ടിയുള്ള പൂജയ്ക്ക് മുടക്കിയത് 50,000 രൂപ. വേറൊരാൾ വിദേശത്ത് പോകാനുള്ള പൂജ, തടസ്സങ്ങൾ മാറി വിദേശത്ത് പോകാൻ അതിന് ആവശ്യമായിട്ടുള്ളൊരു പൂജയെന്ന് പറഞ്ഞ് അത് ചെയ്യിച്ചിട്ട് അതിന് മുടക്കിയതാണ് 65,000 രൂപ. വേറൊരാൾ അവരുടെ വീട്ടിലാരോ കൂടോത്രം ചെയ്ത് അങ്ങനെ ഏതാണ്ട് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്, കൂടോത്രം ഇനി അവിടുന്ന് ഒഴിപ്പിക്കണം, അതിന് മുടക്കിയതാണ് 1,00,000 രൂപ. വേറൊരാൾ, അവർക്ക് ആരോ പറഞ്ഞു നിങ്ങൾക്ക് കൈവശം ഉള്ളിൽ കിടപ്പുണ്ട്, ഇനി അത് ഇറക്കണമെങ്കിൽ അതിനുള്ള പ്രതിവിധിയായിട്ട് അവർ 5 കിലോ തേയിലയുടെ കട്ടൻ ചായ വെറും വയറ്റിൽ കുടിച്ചാൽ. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് നാം കേൾക്കേണ്ടി വരുന്നത്. ഇതിനെല്ലാം ദൈവം കൊടുത്തിരിക്കുന്ന ഒരു പദമുണ്ട്, വേശ്യാവേദനം. നീ ഇങ്ങനെയൊക്കെ കാണിച്ച് നിനക്ക് എന്തെങ്കിലും നേട്ടമുണ്ടായോ, ലാഭമുണ്ടായോ, നിൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടോ, നീ അതൊരു നേട്ടമായിട്ട് കാണരുത്. വേശ്യാവേദനം. അങ്ങനെയാണ് വചനം പഠിപ്പിക്കുക. ഒരു വചനം എടുക്കാം. ഹോസിയയുടെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനം. ഹോസിയ 9:1. ഇസ്രായേൽ, നീ സന്തോഷിക്കേണ്ട, ജനതകളോടൊപ്പം ജനതകളെപ്പോലെ നീ ആഹ്ലാദിക്കേണ്ട. കർത്താവ് പറയുകയാണ് ഇസ്രായേലിനോട്, നീ സന്തോഷിക്കേണ്ട, നീ ആഹ്ലാദിക്കേണ്ട, നിനക്ക് സന്തോഷിക്കാൻ വകയില്ല. എന്താ കാരണം? നീ നിൻ്റെ ദൈവത്തെ പരിത്യജിച്ച് പരസംഗത്തിൽ ഏർപ്പെട്ടു. പരസംഗം അതെന്തിനെ സൂചിപ്പിക്കുന്നതാണ്? വിഗ്രഹാരാധന, അന്യദൈവാരാധന. നീ നിൻ്റെ ദൈവത്തെ വിട്ടിട്ട് അന്യദൈവാരാധനയിലേക്ക് പോയി. നിൻ്റെ ചില കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയായിരിക്കാം, അതല്ലെങ്കിൽ നിൻ്റെ ആ ഒരു അവിശ്വാസം കൊണ്ട് സത്യദൈവത്തെ വിട്ടിട്ട് നീ അന്യദൈവങ്ങളിലേക്ക് പോയി. എന്നവിടെ പറഞ്ഞിരിക്കുകയാണ്, നീ നിൻ്റെ ദൈവത്തെ പരിത്യജിച്ച് പരസംഗത്തിൽ ഏർപ്പെട്ടതിനാൽ നീ അഭിലഷിച്ചത് വേശ്യാവേദനമാണ്. ഈ പദം ഹോസിയ 9:1 ഉപയോഗിച്ചിരിക്കുന്നതാണ്. ഇനി ഈ രീതിയിൽ നമ്മൾ എന്തെല്ലാം നേടിയാലും അതിനെ നമ്മൾ കാണേണ്ടത് വേശ്യാവേദനം. വേശ്യാവൃത്തി ചെയ്ത് കുറച്ച് കാശുണ്ടാക്കിയെങ്കിൽ, അങ്ങനെ ഒരു കാര്യം ചെയ്ത് പണമുണ്ടാക്കിയാലും നമ്മളതിനെ വിലമതിക്കാറുണ്ടോ? ശരീരം വിറ്റ് പണമുണ്ടാക്കരുത് എന്ന് നമ്മൾ പറയാറുള്ള ഒരു കാര്യമാണ്. ഇത് വേശ്യാവേദനം എന്നാണ് കർത്താവ് സൂചിപ്പിക്കുക. യെശയ്യാ 47:12 മുതൽ വായിച്ചാലോ? അവിടെയും പറഞ്ഞിട്ടുണ്ട്, ചെറുപ്പം മുതൽ നീ അനുവർത്തിച്ചു പോന്ന മാന്ത്രിക വിദ്യകൾ, ക്ഷുദ്രപ്രയോഗങ്ങൾ ഇതൊക്കെ തുടർന്നു. ഇതൊക്കെയാണ് നിൻ്റെ ലക്ഷ്യം, ഇതൊക്കെയാണ് നീ ചെയ്തു കൂട്ടുന്നത്. നീ ചെയ്തോ? ആരെങ്കിലും പറഞ്ഞിട്ടായിരിക്കാം, ആരെങ്കിലും മോഹന വാഗ്ദാനം തന്നിട്ടായിരിക്കാം. കർത്താവ് പറയാണ്, അവ നിന്നിൽ ഭീതി ജനിപ്പിച്ചേക്കാം, താൽക്കാലികമായ നേട്ടങ്ങൾ നിനക്ക് തന്നേക്കാം, എന്നാൽ അവ വൈക്കോൽ തുരുമ്പ് പോലെയാണ്, അവസാനം നീ കത്തിച്ചാരമാവും. ഇതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പാപം മൂലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നേട്ടം അത് താൽക്കാലികമാണ്. പക്ഷെ അതുമൂലം നമുക്ക് വരുന്നത് നമ്മുടെ ഭാവി നഷ്ടമാകും. നമുക്കൊരു ശുഭമായ ഭാവി പ്രതീക്ഷിക്കാൻ പറ്റില്ല. അതാണ് സുഭാഷിതങ്ങൾ 24:20 വചനം. അധർമ്മം പ്രവർത്തിക്കുന്നവർക്ക്, അനീതി പ്രവർത്തിക്കുന്നവർക്ക്, പാപജീവിതം നയിക്കുന്നവർക്ക് അവർക്ക് ഒരു നല്ല ഭാവി പ്രതീക്ഷിക്കാൻ പറ്റില്ല. രണ്ടാമത്തേത് സഹനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന. ആദ്യത്തെ നമ്മൾ കണ്ടു, താൽക്കാലികമായ നേട്ടം, പാപത്തിലൂടെ ഉണ്ടാകുന്ന താൽക്കാലികമായ നേട്ടം അത് നമ്മുടെ ഭാവി നശിപ്പിക്കും. താൽക്കാലികമായ സഹനങ്ങളോ, ഒരു ക്രിസ്ത്യാനിക്ക് സഹനം എപ്പോഴും താൽക്കാലികമാണ്. പക്ഷെ അതിലൂടെ നമുക്ക് ലഭിക്കുന്നത് അനുപമമായ മഹത്വം. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 17-ാമത്തെ വചനം. നിങ്ങളുടെ സഹനം താൽക്കാലികമാണ്, പക്ഷെ നിങ്ങൾക്ക് ലഭിക്കുന്നത് അനുപമമായ മഹത്വം. അതാണ് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക. നമുക്ക് കാണാൻ സാധിക്കും, പല ബൈബിൾ കഥാപാത്രങ്ങൾ, തോബിത്തിന് താൽക്കാലികമായ സഹനം ഉണ്ടായി, അവൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, സാമ്പത്തിക നഷ്ടം വന്നു, അവസാനം പാപ്പരായി. പക്ഷെ നമ്മൾ കാണുന്നു അവന് സമ്പത്ത് ദൈവം തിരികെ കൊടുക്കുന്നത്. ജോബ്, അവൻ്റെ സകലതും നഷ്ടപ്പെട്ടു, പക്ഷേ നമ്മൾ കാണുകയാണ് നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായി ദൈവം തിരികെ കൊടുക്കുന്നത്. നമ്മൾ കാണുന്ന 3 യുവാക്കൾക്ക് താൽക്കാലികമായിട്ടുള്ള സഹനങ്ങളുണ്ടായി, അവരെ പെറുക്കിയെടുത്ത് അഗ്നിയിലേക്ക് പോലും എറിയുന്നത് കാണാൻ സാധിക്കും ദാനിയേലിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ. പക്ഷെ ദൈവം അവർക്ക് മഹത്വം നൽകുന്നത് കാണാൻ പറ്റും. 2 മക്കബായർ 7-ാം അധ്യായത്തിൽ വിധവയും 7 മക്കളും ഒരുപാട് താൽക്കാലികമായിട്ടുള്ള അതിഭയങ്കരമായിട്ടുള്ള
സഹനത്തിലൂടെ കടന്നുപോയി, അവർക്ക് മഹത്വമുണ്ടായി. സ്നാപകയോഹന്നാന് അവൻ്റെ തല നഷ്ടപ്പെട്ടു, പക്ഷേ അവന് വലിയ മഹത്വം ഉണ്ടായതിനെക്കുറിച്ച് ലോകം മുഴുവൻ ആദരിക്കുന്ന ഒരു വ്യക്തിയാണ് സ്നാപക യോഹന്നാൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം ഇതാണ്: വിഗ്രഹാരാധന വേശ്യാവൃത്തിയാണെന്ന് ദൈവവചനം കൃത്യമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ജെറമ്യായുടെ പുസ്തകം 13-ാം അധ്യായം 27-ാമത്തെ വചനം എടുത്താൽ അത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഹോസിയ 9:10 പറയുന്നത് വിഗ്രഹാരാധന മ്ലേച്ഛതയാണ്. നാഹും 1:14 പറയുന്നത് വിഗ്രഹാരാധകർ നികൃഷ്ടരാണ്, നികൃഷ്ട പ്രവൃത്തിയാണ് അവർ ചെയ്തിരിക്കുന്നത്. ന്യായാധിപന്മാർ 8:27 വായിച്ചാൽ വിഗ്രഹാരാധന അവിശ്വസ്തതയാണ്. ഗിദെയോൻ ആ ഒരു എഫോദ് ഉണ്ടാക്കിയതും അത് അവന് കെണിയായി മാറിയതിനെക്കുറിച്ചൊക്കെ അവിടെ കാണാൻ പറ്റും. 1 ദിനവൃത്താന്തം 10:13 സാവൂളിൻ്റെ അവിശ്വസ്തത അവന് അവൻ്റെ മരണത്തിന് ഇടയാക്കി. 2 ദിനവൃത്താന്തം 21:11 വായിച്ചാൽ, അതുപോലെ എസെക്കിയേൽ 6:9 വിഗ്രഹാരാധന എന്ന് പറയുന്നത് അവിശ്വസ്തതയാണെന്ന് ആ വചനഭാഗങ്ങളെല്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ വിഗ്രഹാരാധനയ്ക്ക് പറഞ്ഞിരിക്കുന്ന ശിക്ഷ ചെറുതല്ല എന്നുള്ളത് വചനം വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഈ വേശ്യാവേദനത്തിന് പോയി കഴിഞ്ഞാൽ നമുക്കുണ്ടാകാവുന്ന നഷ്ടം വളരെ വലുതാണ്. 2 രാജാക്കന്മാർ 21:12 വായിച്ചാൽ ഇതിനുള്ള ശിക്ഷ കേട്ടാൽ നിൻ്റെ ചെവി തരിക്കും. ജെറമ്യാ 5:6 വായിച്ചു കഴിഞ്ഞാൽ കാട്ടിൽ നിന്ന് സിംഹം വന്ന് അവരെ കൊല്ലും. ജെറമ്യാ 11:10 മുതൽ വായിച്ചാൽ അവരുടെ മേൽ ഞാൻ അനർത്ഥം വരുത്തും, ഒഴിഞ്ഞു മാറാൻ അവർക്ക് കഴിയത്തില്ല, വിഷമസന്ധിയിൽ അവർ വിളിച്ചാലും ഞാൻ അവരെ കേൾക്കില്ല. എസെക്കിയേൽ 6:11 മുതൽ വായിച്ചാലോ വിഗ്രഹാരാധനയ്ക്കുള്ള ശിക്ഷ അടുത്തുള്ളവർക്ക് വാള്, അകന്ന് ഇരിക്കുന്നവർക്ക് പകർച്ചവ്യാധി, ഇത് രണ്ടിൽ നിന്നും രക്ഷപ്പെടുന്നവർക്ക് ക്ഷാമം. അങ്ങനെ അതിഭയങ്കരമായിട്ടുള്ള ശിക്ഷയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇനി കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, വിഗ്രഹാരാധകരും ഈ പാപജീവിതം നയിക്കുന്നവരും അവർ പ്രാർത്ഥിച്ചാലും ബലിയർപ്പിച്ചാലും ദൈവം അവിടെ സംപ്രീതനാകില്ല. നിയമാവർത്തനം 23:18 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, വേശ്യയുടെ വേതനമോ നായയുടെ കൂലിയോ, നായ എന്ന് പറഞ്ഞാൽ ആൺവേശ്യ, അത് ആലയത്തിലേക്ക് കൊണ്ടുവരരുത്. പ്രഭാഷകൻ 34:24 വായിച്ചാൽ, നീ പാപം ചെയ്തിട്ട് അനീതി കാണിച്ചിട്ട് പാവപ്പെട്ടവരെ നീ ചൂഷണം ചെയ്തിട്ട് നീ പള്ളിയിൽ പോയി ബലിയർപ്പിച്ചാലും അപ്പൻ്റെ മുമ്പിൽ വെച്ച് മകനെ വധിക്കുന്നവനെ പോലെയാണ് നീ എന്ന്. അപ്പം അതുകൊണ്ട് ഇത് ഗൗരവമുള്ള പാപമാണെന്ന് മനസ്സിലാക്കി അതിലേക്ക് പോകാതിരിക്കാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. 1-ാം കൽപ്പന ലംഘിച്ച് ജീവിക്കുന്ന വ്യക്തികൾ ഇന്നുമുണ്ട്. അവരുടെ മാനസാന്തരത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഉത്ഥാന ലഹരിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തരികയും പാപത്തിൽ വീഴാതെ ഞങ്ങളെ പരിപാലിക്കുകയും ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ഉത്ഥാനം ചെയ്ത യേശുവേ, അങ്ങയോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാനും ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുന്നവരാകാനും ഞങ്ങൾക്ക് വരമരുളണമേ. ആമേൻ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തെ നമുക്ക് സ്തുതിച്ച് ആരാധിച്ച് ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് ഏറ്റെടുക്കണമേ. അവയെല്ലാം ഞങ്ങൾക്ക് നടത്തി തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.